മൂക്കുത്തിയമ്മൻ സിനിമയിൽ നയൻതാര ഒരു ദൈവമാണ്. കറുപ്പ് എന്ന സിനിമയിൽ സൂര്യയും ഒരു ദൈവമാണ്. മൂക്കുത്തിയമ്മനിൽ സിനിമ തുടങ്ങി 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നയൻതാരയുടെ എൻട്രി. കറുപ്പിലും 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സൂര്യയുടെയും എൻട്രി. മൂക്കുത്തിയമ്മനിലേക്ക് വന്നാൽ അവിടെ വിഷയം മതമാണ്. മതത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പണം വാങ്ങി അവരെ പറ്റിച്ച് ജീവിക്കുന്ന വില്ലൻ. നേരെ തിരിച്ച് കറുപ്പിൽ നിയമം വിശ്വസിച്ച് കോടതിയിലെത്തുന്ന ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന വില്ലൻ. മൂക്കുത്തിയമ്മനിൽ RJ ബാലാജിയാണ് ഹീറോ എങ്കിൽ കറുപ്പിൽ RJ ബാലാജി വില്ലനാണ്. ചുരുക്കി പറഞ്ഞാൽ മെയിൻ ഹീറോയേക്കാൾ സ്ക്രീൻ ടൈം കൂടുതൽ ബാലാജിക്ക്. സ്വന്തമായി സ്ക്രിപ്റ്റ് എഴുതി പടമെടുത്ത് അതിൽ കൂടുതൽ സീനുകളും പുള്ളി തന്നെ അഭിനയിക്കുവാണ്. മൂക്കുത്തിയമ്മനിൽ ആദ്യ പകുതി അച്ഛനില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു മകന്റെ ദുരിതവും ജീവിതവും കാണിക്കുന്നു. കറുപ്പിൽ ആദ്യ പകുതി അച്ഛനൊപ്പം നീതിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു മകളുടെ ജീവിതവും കാണിക്കുന്നു. മൂക്കുത്തിയമ്മനിൽ ബാലാജി ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ മൂക്കുത്തിയമ്മൻ പ്രത്യക്ഷപ്പെടുന്നു. കറുപ്പിൽ ഇന്ദ്രൻസ് ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ മനമുരുകി പ്രാർത്ഥിക്കുമ്പോൾ കറുപ്പുസ്വാമി പ്രത്യക്ഷപ്പെടുന്നു. മൂക്കുത്തിയമ്മനിൽ എന്ത് വരം വേണമെന്ന് അമ്മൻ ബാലാജിയോട് ചോദിക്കുന്നു. കറുപ്പിൽ എന്ത് വരം വേണമെന്ന് കറുപ്പുസ്വാമി തൃഷയുടെ ക്യാരക്ടറിനോട് ചോദിക്കുന്നു. മൂക്കുത്തിയമ്മനിൽ ബാലാജി എന്തൊക്കെ വരം വേണമെന്ന് ഒരു വലിയ ലിസ്റ്റ് തന്നെ അമ്മന് കൊടുക്കുന്നു. കറുപ്പിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തൃഷ ഒരു വലിയ ലിസ്റ്റായി പറയുന്നു. അമ്മനൊന്ന് കൈഞ്ഞൊടിച്ചാൽ എല്ലാം നടക്കും. കറുപ്പുസ്വാമി ഒന്ന് വിരൽ മടക്കിയാൽ എല്ലാം ഫ്രീസ് ആകുന്നു. ഫസ്റ്റ് ഹാഫിൽ ഒരു പവറും മൂക്കുത്തിയമ്മൻ യൂസ് ചെയ്യുന്നില്ല. കറുപ്പിലും ഫസ്റ്റ് ഹാഫിൽ ഒരു പവറും കറുപ്പുസ്വാമിയും യൂസ് ചെയ്യുന്നില്ല. ടൈം ഫ്രീസ് ചെയ്ത് അമ്മൻ ഒരു ഫൈറ്റ് നടത്തുന്നു. കറുപ്പും ടൈം ഫ്രീസ് ചെയ്ത് ഫൈറ്റ് നടത്തുന്നു. മൂക്കുത്തിയമ്മനിൽ ബാബയുടെ പഞ്ചവനം ഇനാഗ്രേഷൻ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ക്ലൈമാക്സ്. അവിടെ ദൈവമായി തന്നെ അമ്മൻ എല്ലാവരുടെയും മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. കറുപ്പിൽ ന്യൂ ഹൈക്കോർട്ട് ഇനാഗ്രേഷൻ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ക്ലൈമാക്സ്. അവിടെ ദൈവമായി തന്നെ കറുപ്പ് എല്ലാവരുടെയും മുമ്പിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നു. മൂക്കുത്തിയമ്മനിൽ ബാലാജിയുടെ തന്നെ LKG എന്ന സിനിമയുടെ റെഫറൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. കറുപ്പിൽ സിംഗം, ലിയോ, ഭാഷ, ഗജിനി തുടങ്ങി ഒട്ടുമിക്ക എല്ലാ സിനിമകളുടെയും റെഫറൻസും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പറ, ഏതാ ഒറിജിനൽ? ചുരുക്കം പറഞ്ഞാൽ സ്വന്തം പഴയ LKG സിനിമയുടെയും മറ്റ് സൂപ്പർ ഹിറ്റ് തമിഴ് സിനിമകളുടെയും റെഫറൻസുകളൊക്കെ കുത്തിക്കയറ്റി RJ ബാലാജി ഉണ്ടാക്കിയ ഒരുതരം റെസിപ്പിയാണ് കറുപ്പ് എന്ന സിനിമ. ഒരേ തിരക്കഥ വെച്ച് 2 വ്യത്യസ്ത ജോണറിലുള്ള സിനിമകൾ ചെയ്യാമെന്ന് ബാലാജി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.